ആപ്പിൾ ഐഫോൺ 15, ഐഫോൺ 14-ൽ നിന്നും നിരവധി മാറ്റങ്ങളോടെയാണ് ഐഫോൺ 15 പുറത്തിറങ്ങാൻ പോകുന്നത്. പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി എന്നിവയിലെല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. സ്മാർട്ട്ഫോൺ വിപണി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഡിവൈസുകളാണ് ഐഫോൺ 15 സീരീസ്. ലോഞ്ചിന് മുമ്പ് തന്നെ ഈ ഡിവൈസുകളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ സീരീസിലെ ഏറ്റവും വിലകുറഞ്ഞ ഐഫോൺ 15 എന്ന ഫോൺ ആകർഷകമായ സവിശേഷതകളുമായി വരുമെന്നാണ് സൂചനകൾ. സെപ്റ്റംബറിൽ ആയിരിക്കും ഈ ഫോണിന്റെ ലോഞ്ച് നടക്കുന്നത്. ഈ ഫോണിന്റെ നിരവധി ലീക്ക് റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ടുണ്ട് എന്നതിനാൽ സവിശേഷതകളുടെ കാര്യത്തിൽ ആശയക്കുഴപ്പവും ഉണ്ടാകുന്നുണ്ട്. ലോഞ്ച്. ഐഫോൺ 15യുടെ ലോഞ്ച് തീയതി കമ്പനി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. എല്ലാ വർഷത്തെയും പോലെ പുതിയ ഐഫോൺ സീരീസ് ഇത്തവണയും സെപ്റ്റംബർ മാസത്തിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അനുസരിച്ച് ആപ്പിൾ ഐഫോൺ 15 സീരീസ് സെപ്റ്റംബർ 12-ന് ലോഞ്ച് ചെയ്യുമെന്നാണ്. ലോഞ്ച് ചെയ്താൽ വൈകാതെ തന്നെ ഈ ഐഫോൺ മോഡലുകൾ എല്ലാ രാജ്യങ്ങളിലും വിൽപ്പനയ്ക്ക് എത്തുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും ആപ്പിളിന്റെ ലോഞ്ച് പരിപാടി കുബർട്ടിനോയിലെ സ്റ്റീവ് ജ. ഐഫോൺ 15യുടെ വലിപ്പത്തിൽ കാര്യമായ മാറ്റം ഉണ്ടാകില്ലെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചനകൾ. ഐഫോൺ 15ൽ 6.1 ഇഞ്ച് ലിക്വിഡ് റെറ്റിന ഡിസ്പ്ലേയായിരിക്കും ഉണ്ടാവുകയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ വർഷത്തെ എല്ലാ ഐഫോൺ മോഡലുകളും ഡൈനാമിക് ഐലൻഡ് സ്റ്റൈൽ ഡിസ്പ്ലേയായിരിക്കുമെന്ന് ചില റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. നിലവിൽ പ്രോ മോഡലുകളിൽ മാത്രമാണ് ഡൈനാമിക് ഐലൻഡ് സ്റ്റൈൽ ഡിസ്പ്ലേയുള്ളത്. പെർഫോമൻസിന്റെ കാര്യത്തിൽ ഐഫോൺ 15 മുൻഗാമിയായ ഐഫോൺ 14യേക്കാൾ വളരെ മുന്നിലായിരിക്കും. ഐഫോൺ 15ക്ക് കരുത്ത് നൽകാനായി ആപ്പിൾ പുതിയ A16 ബയോണിക് ചിപ്സെറ്റ് ഉപയോഗിക്കുമെന്നാണ് സൂചനകൾ. ഈ ചിപ്സെറ്റ് ഇതുവരെ കമ്പനി പുറത്തിറക്കിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഐഫോൺ 13 സ്മാർട്ട്ഫോണിൽ ഉപയോഗിച്ച അതേ ചിപ്സെറ്റുമായിട്ടാണ് ഐഫോൺ 14 പുറത്തിറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഐഫോൺ 15ൽ പുതിയ ചിപ്സെറ്റ് നൽകുമെന്നത് ആപ്പിൾ ആരാധകരെ സംബന്ധിച്ച് നല്ല വാർത്തയാണ്. ക്യാമറകളുടെ കാര്യത്തിലും ഐഫോൺ 15ൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഐഫോൺ 15ൽ 48 മെഗാപിക്സൽ ഇമേജ് സെൻസറുള്ള ഡ്യുവൽ റിയർ ക്യാമറ സിസ്റ്റമായിരിക്കും കമ്പനി നൽകുകയെന്ന് സൂചനകളുണ്ട്. മുൻ തലമുറ ഐഫോൺ മോഡലുകളിലെ 12 മെഗാപിക്സൽ ക്യാമറ സെൻസറിൽ നിന്നും വലിയ അപ്ഗ്രേഡായിരിക്കും ക്യാമറയുടെ കാര്യത്തിൽ ഉണ്ടാവുകയ. സോഫ്റ്റ്വെയറിലൂടെ ക്യാമറയിൽ ചില മാറ്റങ്ങൾ വരുത്തുമെന്നും സൂചനകളുണ്ട്. ഐഫോൺ 14 പ്രോ മോഡലുകളിൽ ഈ 48 MP സെൻസറാണുള്ളത്. ഐഫോൺ 15ൽ മുൻഗാമിയായ ഐഫോൺ 14യേക്കാൾ മികച്ച ബാറ്ററി ലൈഫ് ഉണ്ടായിരിക്കും. ഐഫോൺ 14ൽ ഒരു ദിവസം മുഴുവൻ ബാക്കപ്പ് നൽകുന്ന ബാറ്ററിയാണുള്ളത്. ഇതിനേക്കാൾ ബാക്കപ്പ് ഐഫോൺ 15ൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ എല്ലാ വർഷത്തെയും പോലെ ആപ്പിൾ ശ്രദ്ധ കൊടുക്കുമെന്ന് ഉറപ്പാണ്. iOSന്റെ ഏറ്റവും പുതിയ പതിപ്പുമായിട്ടായിരിക്കും ഐഫോൺ 15 പുറത്തിറങ്ങുന്നത്. ഐഫോൺ 15ക്ക് ഇന്ത്യൻ വിപണിയിൽ ഏകദേശം 80,000 രൂപ വില വരുമെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചനകൾ. ഇത് സാധാരണയായി ഐഫോൺ സീരീസിലെ ഏറ്റവും വിലകുറഞ്ഞ മോഡലിന് ലോഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകാറുള്ള വില തന്നെയാണ്. എന്നാൽ പുതിയ ചിപ്സെറ്റ്, പുതിയ ക്യാമറ മൊഡ്യൂൾ, മികച്ച ബാറ്ററി ലൈഫ് എന്നിവയടക്കമുള്ള കാര്യങ്ങളുമായി വരുന്ന ഐഫോൺ 15ക്ക് വില വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ലോഞ്ച് തീയതി പ്രഖ്യാപിക്കുന്നതോടെ ഫോണുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു.